ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മാർക്കോ പെരിനാട് CI ആണെന്ന് പറഞ്ഞുകൊണ്ട് മേഘനെ വിളിക്കുമ്പോൾ മേഘന ഒന്ന് ഭയപ്പെടുന്നുണ്ട്. ശേഷം കണ്ണൻ പോയിട്ട് മാർക്കോ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ ശരിക്കും പേടിച്ചേനെ എന്നും ഇനി ഇതിൻ്റെ പേരിൽ കേസ് എന്തെങ്കിലും വന്നാൽ തന്നെ അതൊന്നും എനിക്കൊരു പ്രശ്നവുമല്ല എന്ന് മേഘൻ പറയുമ്പോൾ, മേഘേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി വളരെ വലിയൊരു കാര്യമാണ് ചെയ്തു തന്നിരിക്കുന്നത്. അതുകൊണ്ട് മേഘേട്ടന് വേണ്ടി ജയിലിൽ പോയി കിടക്കാൻ വരെ എൻ്റെ അച്ഛൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട് കരുണ. പിന്നീട് മേഘനിനി പോലീസ് വണ്ടി കണ്ടാൽ തന്നെ മുട്ടിടിക്കും. മേഘൻ്റെയും ആ പ്രതാപൻ്റെയും ഒക്കെ അവസാനം എൻ്റെ കൈകൊണ്ട് ആയിരിക്കുമെന്ന് മാർക്കോ പറയുന്നുണ്ട് കേട്ടോ ലോപ്പസിനോട്. ശേഷം കാണിക്കുന്നത് മാർക്കോയെക്കുറിച്ച് മഹി സാഗറിനോട് ചോദിക്കുമ്പോൾ അവൻ്റെ ചങ്കായ ലോപ്പസിന് പോലും മാർക്കോയെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. പക്ഷേ കൊടും കാട്ടിലൂടെ അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് പോകാനായിട്ട് ആരായാലും ഒന്ന് ഭയപ്പെടും. പക്ഷേ മാർക്കോയ്ക്ക് ഒരു പേടിയും ഉണ്ടായിരുന്നില്ല. അവൻ എവിടെ നിന്നോ ഒരു ശക്തി കിട്ടുന്നുണ്ട് എന്നെല്ലാം മാർക്കോയെക്കുറിച്ച് സാഗർ പറയുന്നുണ്ട്. ശേഷം സാഗറിനോടും മഞ്ജുവിനോടും യാത്ര പറഞ്ഞ് കണ്ണനും മഹിയും ഇറങ്ങുന്നു. അപ്പോൾ അവർ നേരെ അനന്തുവിനെയും ലേഖയെയും കാണാനാണ് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ണൻ സ്വയം ഡ്രൈവ് ചെയ്ത് പോകാം എന്നെല്ലാം പറയുമ്പോൾ, കാർ ഓടിക്കുക എന്നെല്ലാം പറയുമ്പോൾ, അത് വേണോ കണ്ണേട്ടാ, ആരെങ്കിലും കണ്ടാലോ എന്ന് മഹിയും, ഞാൻ വേണമെങ്കിൽ കണ്ണൻ സാറിനെ അനന്ത് സാറിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവിടാം എന്നെല്ലാം സാഗർ പറയുമ്പോൾ, 12ാമത്തെ വയസ്സ് മുതൽ വീൽ ചെയറിൽ ഒരേ ഇരിപ്പായിരുന്നില്ലേ, തിരിച്ചു കിട്ടിയ കാലിൻ്റെ ചലനശേഷി ഞാനൊന്ന് ആസ്വദിക്കട്ടെ, ഡ്രൈവിങ് എനിക്ക് എന്നും ഒരു ക്രേസായിരുന്നു എന്നും ഒരിക്കൽ പോലും സ്വയം ഡ്രൈവ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതിയിട്ടേ ഇല്ല എന്നെല്ലാം കണ്ണൻ പറഞ്ഞ് വല്ലാതെ ഇമോഷണൽ ആവുന്നുണ്ട് കേട്ടോ. അതുമാത്രമല്ല അനന്തുവിനും ലേഖയ്ക്കും ഒരു സർപ്രൈസ് കൊടുക്കാനും കണ്ണൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ അങ്ങനെ പറയുമ്പോൾ, എങ്കിൽ ശരി കണ്ണേട്ട, കണ്ണേട്ടൻ്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞുകൊണ്ട് മഹി അതിന് സമ്മതിക്കുന്നു. അങ്ങനെ സാഗറിനോടും മഞ്ജുവിനോടും യാത്ര പറഞ്ഞ് അവരിറങ്ങുന്നു. അങ്ങനെ അവർ നേരെ അനന്തുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രതാപിൻ്റെ കാറും എതിർ ദിശയിലൂടെ പാസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ മഹിക്കാണെങ്കിൽ പ്രതാപൻ അവരെ കണ്ടോ എന്നോർത്ത് ശരിക്കും ടെൻഷൻ ആവുന്നുണ്ട്. കരുണയും മുത്തശ്ശിയുമാണ് കേട്ടോ ആ കാറിലുണ്ടായിരുന്നത്. കരുണയുടെ അച്ഛനും, അതായത് പ്രതാപനും മുത്തശ്ശിയാണ് കാറിലുണ്ടായിരുന്നത്. അപ്പോൾ അവരിനി കണ്ണേട്ടനെ കണ്ടു കാണൂ എന്ന് പേടിയോടെ മഹി കണ്ണനോട് ചോദിക്കുമ്പോൾ, കണ്ണനും അങ്ങനെ ഒരു സംശയം തോന്നി വല്ലാതെ തന്നെ ആശങ്കപ്പെടുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ പ്രതാപൻ്റെ വണ്ടി അവിടെ നിർത്തുന്നുണ്ട് കേട്ടോ. അയാൾക്കും ആ പാസ് ചെയ്ത് പോയത് കണ്ണൻ്റെ കാറാണോ, കണ്ണനാണോ ആ കാർ ഓടിച്ചിരുന്നത് എന്നുള്ളൊരു സംശയം തോന്നുന്നുണ്ട്. അയാളാണെങ്കിൽ വണ്ടി നിർത്തിയിട്ട് കണ്ണൻ്റെ പോകുന്ന വണ്ടിയെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് കുറച്ച് നേരം നിൽക്കുന്നുണ്ട്. തുടർന്ന് മുത്തശ്ശിയോടായിട്ട് പ്രതാപൻ പറയുന്നുണ്ട്, നമ്മൾ പാസ് ചെയ്ത് പോയത് കണ്ണൻ്റെ കാറാണോ, അത് ഓടിച്ചിരുന്നത് അവനാണോ എന്നൊരു സംശയം അവളും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് തോന്നി എന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ, എന്ത് മണ്ടത്തര പ്രതാപ നീ പറയുന്നത്, വീൽ ചെയറിൽ സഞ്ചരിക്കുന്നവൻ എങ്ങനെയാണ് കാർ ഓടിക്കുന്നത്, അതുമാത്രമല്ല അവനെ ഇപ്പോൾ മേഘൻ മുകളിലേക്ക് പറഞ്ഞു വിട്ടില്ലേ, ഇനി അവൻ്റെ ആത്മാവെങ്ങാനും കാർ ഓടിക്കുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. വന്ന് വന്ന് നിൻ്റെ തലയ്ക്ക് സ്ഥിരത ഇല്ലാതായോ, നീ ഇങ്ങനെ അത് തന്നെ ആലോചിച്ചിരുന്നിട്ടാണ് പോകുന്നവനൊക്കെ കണ്ണനാണെന്ന് തോന്നുന്നത്. അവന് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. മാത്രമല്ല അവന് കാലിന് സ്വാധീനം ഇല്ലാത്തവൻ എങ്ങനെ വണ്ടി ഓടിക്കാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അത് പുച്ഛിച്ച് തള്ളുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നാലും അമ്മേ, അത് അവൻ തന്നെയാണോ എന്ന് എനിക്കൊരു സംശയം എന്ന് പറയുമ്പോൾ, ഒന്നുമില്ല പ്രതാപ, നീ വണ്ടി എടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി പ്രതാപനോടായിട്ട്. പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മിയും കണ്ണനും അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലെത്തുന്നു. അപ്പോൾ കണ്ണൻ സ്വയം ഡ്രൈവ് ചെയ്ത് വന്നിരിക്കുന്നത് കണ്ട് അനന്തുവിനും ലേഖയ്ക്കും അത് ശരിക്കും ഒരു സർപ്രൈസ് ആവുന്നുണ്ട് കേട്ടോ. തുടർന്ന് വഴിയിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം കണ്ണൻ അനന്തുവിനെയും ലേഖയും അറിയിക്കുന്നു. ഇതുപോലെ ഓരോരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പല ഘട്ടങ്ങളിലായിട്ട് എൻ്റെ കാലുകൾക്ക് സ്വാധീന ശക്തി തിരിച്ചു കിട്ടിയിരിക്കുന്നത്. അവസാനം എനിക്കുണ്ടായിരുന്ന ആ മുടന്ത് പോലും അയ്യപ്പസ്വാമി തിരിച്ചെടുത്തി എൻ്റെ ശരീരത്തിൻ്റെ തളർച്ച പൂർണ്ണമായിട്ട് മാറ്റി തന്നു. അതുകൊണ്ട് എല്ലാത്തിലും ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടമെന്നും കണ്ണൻ പറഞ്ഞ് വല്ലാതെ തന്നെ സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ അറിയുന്ന അനന്ത് ചോദിക്കുന്നുണ്ട്, കൊക്കയിൽ വീണ് 2 പേർ മരിച്ചു, ആരാ അവരെ കൊന്നതെന്ന് തെളിവൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, തെളിവ് ഒരുത്തൻ മാത്രമാണ് ആ ഹോസ്പിറ്റലിൽ കിടക്കുന്നവൻ, അവന് പക്ഷേ സംസാരിക്കാൻ കഴിയില്ല എന്നാണ് മാർക്കോ പറഞ്ഞതെന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. മാർക്കോയോടാണ് തീർത്താൽ തീരാത്ത നന്ദിയുള്ളത്. എനിക്കും മഹിക്കും ആപത്ത് സംഭവിക്കുമ്പോൾ
ദൈവത്തിനെ പോലെ പ്രത്യക്ഷപ്പെട്ട് ഞങ്ങളെ രക്ഷിക്കുന്നത് അവനാണെന്നും കണ്ണനും മഹിയും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. അവൻ എന്തായാലും ഒരു സാധാരണ മനുഷ്യനല്ല, അക്കാര്യം ഉറപ്പാണെന്നും പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. തുടർന്ന് മഹി പറയുന്നുണ്ട്, വരുന്ന വഴി കരുണയുടെ അച്ഛൻ ഞങ്ങളെ കണ്ടോ എന്നൊരു സംശയം മഹി പറയുമ്പോൾ, നിങ്ങളുടെ ശത്രുക്കൾ കണ്ണേട്ടൻ്റെ കാലിന് സ്വാധീനശക്തി കിട്ടിയത് അറിയുകയാണെങ്കിൽ അറിയട്ടെ, അങ്ങനെയെങ്കിലും അവരുടെ പുച്ഛവും കളിയാക്കലും ഒന്ന് അവർ ഈ ഒരു പ്രതികാരമൊക്കെ നിർത്തുമല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ ലേഖ. പിന്നീട് അവർ അനന്തുവിനോടും ലേഖയോടും യാത്ര പറഞ്ഞ് നേരെ തോമസ് വൈദ്യൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ തോമസ് വൈദ്യനാണെങ്കിലും കണ്ണൻ സ്വയം ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ കണ്ണൻ്റെ ആ മുടന്ത് പോലും മാറി, ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായിട്ട് തളർച്ചയൊക്കെ മാറി എന്നറിയുമ്പോൾ ശരിക്കും മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട്. ഇതേ സമയം കമലേശ്വരത്താണെങ്കിൽ കരുണ ദുർഗയോട് പറയുന്നുണ്ട്, അയാളുടെ ഡെഡ് ബോഡി എപ്പോഴായിരിക്കും അമ്മ ഇവിടേക്ക് കൊണ്ടുവരുന്നത്? അയാളുടെ ഡെഡ് ബോഡിക്ക് അടുത്തിരുന്ന് വാവിട്ട് കരയുന്ന അവളെ കാണാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. ഏതായാലും സിയെ കൂടി വിളിച്ച സ്ഥിതിക്ക് അയാൾ മരിച്ചു എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പ് വന്നു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ, നമ്മൾ ആഗ്രഹിച്ചതുപോലെയൊക്കെ മോളെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇനി അവൾ മടങ്ങി വരുന്നത് അവൻ്റെ ചലിക്കാത്ത ശരീരം കാണാനായിരിക്കുമെന്നും ദുർഗ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് മഞ്ജുവിനെയും മേഘനയും തമ്മിൽ ഒരുമിപ്പിക്കണം, ആ ഒരു കടമ്പ കൂടി ബാക്കി കിടപ്പുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ. ഇതേ സമയം പ്രതാപനും മുത്തശ്ശിയും കമലേശ്വരത്തേക്ക് വരുന്നുണ്ട് കരുണയെ കാണാനായിട്ട്. അപ്പോൾ പ്രതാപൻ വന്ന വഴി തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു കാഴ്ച കണ്ടു മോളെ, കണ്ണൻ്റെ കാറ് അവൻ സ്വയം ഓടിച്ചു പോകുന്ന പോലെ ആണ് എനിക്ക് തോന്നിയെന്നൊക്കെ പറയുമ്പോൾ, അച്ഛൻ എന്താ വട്ടായോ, അയാൾ കാറ് സ്വയം ഡ്രൈവ് ചെയ്ത് പോകാനോ എന്ന് പറഞ്ഞുകൊണ്ട് കരുണ പുച്ഛത്തോടെ ചിരിക്കുമ്പോൾ, ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കും എന്ന് പറയുമ്പോൾ, അയാൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല അച്ഛാ, അയാൾ മാത്രമല്ല മാർക്കോയും, അതുകൊണ്ട് അച്ഛൻ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട. അതുമാത്രമല്ല അച്ഛാ, പെരിനാട് സ്റ്റേഷനിൽ നിന്നും CI മേഘേട്ടനെ വിളിച്ചിരുന്നു. അയാൾ കൊക്കയിൽ വീണ് മരിച്ചതിൻ്റെ കേസിനെ കുറിച്ച് അന്വേഷിക്കാനാണ്. അതുകൊണ്ട് തന്നെ അയാൾ ഇനി തിരിച്ചു വരുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ച് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെ കരുണ ശരിക്കും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രതാപൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആണോ എങ്കിൽ പിന്നെ എൻ്റെ എല്ലാം തോന്നലായിരിക്കും എന്ന് പ്രതാപനും പറയുന്നുണ്ട്. ഞാനിത് ഇവനോട് പറഞ്ഞ തവണ പറഞ്ഞു, ദൈവം പക്ഷെ കേൾക്കണ്ടേ എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് കേട്ടോ. അവസാനം നമ്മൾ ജയിച്ചു വച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി സന്തോഷിച്ച് നിൽക്കുന്നു. അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് കണ്ണനും മഹാലക്ഷ്മിയും കൂടി കമലേശ്വരത്തേക്ക് വരുന്നത്. പക്ഷേ കണ്ണൻ വീൽചെയറിൽ തന്നെയാണ്. തൽക്കാലത്തേക്ക് കാലുകൾക്ക് സ്വാധീനം കിട്ടിയ കാര്യം അവരെ അറിയിക്കേണ്ട എന്ന് തന്നെയാണ് കണ്ണനും മഹിയും കൂടി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാഴ്ച കണ്ട് എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ താൻ കണ്ടത് കണ്ണനെ തന്നെയാണോ, കണ്ണൻ ഡ്രൈവ് ചെയ്യുന്നതാണോ എന്നുള്ളൊരു സംശയം പ്രതാപന് വീണ്ടും ബലപ്പെടുന്നുണ്ട്. അപ്പോൾ കണ്ണൻ ജീവിച്ചിരിപ്പുണ്ട്. എന്തായാലും കണ്ണൻ ജീവിച്ചിരിക്കുന്ന സ്ഥിതിക്ക് മാർക്കോയും ഒന്നും സംഭവിച്ചു കാണില്ല. അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇത്തവണയും തങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ള ഒരു കാര്യം കരുണയെ വല്ലാതെ തന്നെ ഒലിച്ചു കളയുന്നുണ്ട്. ആ ഒരു കാര്യം തീരെ സഹിക്കാൻ പറ്റുന്നില്ല കരുണയ്ക്ക്. അപ്പോൾ ഇത്തവണയും കണ്ണനൊന്നും സംഭവിച്ചിട്ടില്ല. മഹാലക്ഷ്മി വാവിട്ട് നിലവിളിക്കുന്നത് കാണാൻ കഴിയില്ല എന്നാലോചിച്ച് കരുണയ്ക്ക് ശരിക്കും സമനില തെറ്റിപ്പോകുന്നുണ്ട്. അങ്ങനെ കരുണ വേഗം തന്നെ അവിടെ നിന്നും ഓടി തൻ്റെ മുറിയിലേക്ക് പോയിട്ട് ആ ഒരു കടുങ്കൈ ചെയ്യാനായിട്ട് തീരുമാനമെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്